ഫ്രണ്ട്സ്, ഞാൻ ഈ ഒരു കപ്പിന് 6 കപ്പ് ആണ് ഞാൻ മൈദ എടുത്തേക്കുന്നത്. നമുക്ക് മൈദ അല്ലെങ്കിൽ വീറ്റോ എന്തുവാന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം പെറോട്ട ഉണ്ടാക്കാൻ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് പെറോട്ടയാണ്. അപ്പോൾ ആ മൈദ ഈ 6 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഈ 6 കപ്പിന് ഞാൻ ഒരു എഗ്ഗ് ഓക്കെ, ഒരു എഗ്ഗ് ഞാൻ ഒഴിക്കുവാണേ. ഇതിനെ നടുക്കോട്ട് ഒരു ചെറിയ ഒരു ഇതുണ്ടാക്കി, ഒരു ഹോള് കണക്കുണ്ടാക്കിയിട്ട് അതിലോട്ട് ഞാൻ ഈ എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുവാണേ. ഒരു എഗ്ഗ് ഇതിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചു. ഇതിനകത്തോട്ട് നമ്മുടെ പാത്രത്തിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ കുറച്ച് ഇത് വന്ന് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇതിനെ നല്ലപോലെ മയപ്പെടുത്തി എടുക്കണമെങ്കിൽ കുറച്ച് നമ്മുടെ കിച്ചണിലെ മാർബിളായിരിക്കും നല്ലത് ഇത് ചെയ്യാനായിട്ട്. അപ്പം അത് നല്ലപോലെ ഇത് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ ഈ ടേബിൾ നല്ലപോലെ ഒരു 2-3 ടൈം നല്ലപോലെ ക്ലീനിങ് ചെയ്ത് മാർബിൾ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മൈദാപ്പൊടി ഇട്ട് ഇത് ചെയ്യണം. ഒരു എഗ്ഗ് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച്, എനിക്കൊരു മെഷർ ഒന്നുമില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാനൊന്നൊരു ചെറിയൊരു മെഷർ എടുത്തന്നേ ഉള്ളൂ. ഞാനൊരു 2 സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ, ഒരു ചെറിയൊരു സ്പൂണിന് ഒരു 2 സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ആവശ്യമനുസരിച്ച് ഉപ്പ് കേട്ടോ. അതൊക്കെ നമ്മൾ ഇട്ടാലും മതി. ഉപ്പൊക്കെ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറവാണെങ്കിൽ പിന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അടുത്ത് വെക്കാഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന പ്രശ്നം. ഒരു വലിയൊരു സ്പൂണിന് 1 സ്പൂൺ തൈര് ഇടുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ തൈരും മുട്ടയും ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലോട്ട് ഇച്ചിരി പാല്, ക്രീമൊക്കെ മാറ്റി ഇച്ചിരി പാല് എന്നിട്ട് ഒരിച്ചിരി വാട്ടറും ഇത്രയും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിനകത്ത് കിടക്കുന്ന ഇത് കൈവച്ച് നല്ലോണം എഗ്ഗും തൈരും ഷുഗറും സോൾട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലോണം എല്ലാം ഇതായി കഴിയുമ്പോഴത്തേക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ പൊടി ഇതിലോട്ട് നീക്കി ഇതിനെ മിക്സ് ചെയ്തെടുക്കണേ കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ലപോലെ മയപ്പെടുത്തിയെടുക്കാം. ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് നല്ല ഒരുവിധം മാവെല്ലാം മിക്സ് ചെയ്ത് എനിക്ക് കറക്റ്റായിരുന്നു. ഉപ്പൊക്കെ എനിക്ക് കറക്റ്റായിരുന്നു. ഞാൻ ആദ്യം ഇട്ട ഉപ്പ് തന്നെ ഞാൻ ഇട്ടേക്കുന്നത്. രണ്ടാമത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ സപ്പോസ് ഉപ്പ് വന്ന് ആഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആഡ് ചെയ്യുമ്പോൾ ചിലവർക്കത് പ്രോപ്പർ വരത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമേ മൈദ എടുക്കുമ്പോൾ മൈദയ്ക്ക് ഇച്ചിരി ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ എഗ്ഗ്, മിൽക്ക്, കർഡ് ഇതെല്ലാം ഒഴിക്കുമ്പോൾ അതിന് ഒരു പിഞ്ച് ഓഫ് ഉപ്പിട്ടാൽ മതി. അപ്പോൾ അതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അത് പിന്നെ എക്സ്ട്രാ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ പിന്നെ ഞാൻ ഇതിനകത്ത് നമുക്ക് എടുക്കുന്ന ഒരു ലിക്വിഡ് മാത്രം പോരെ ഇതിനകത്ത് ഈ മാവ് കുഴച്ചെടുക്കാൻ. ആവശ്യത്തിന് പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് ഒഴിക്കുന്നത് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് തളിച്ച് ഇങ്ങനെ കുഴച്ച് ഈ ഒരു പരുവത്തിൽ എടുത്തു. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഒരു ചെറിയ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സൺഫ്ലവർ ഓയിലോ റൈസ് ഓയിലോ ഏതെങ്കിലും ഓയിൽ കുറച്ച് കയ്യിലെടുത്ത്
നല്ലപോലെ ഇതിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് ഇതിനെ ഫോൾഡ് ചെയ്ത് നല്ലതുപോലെ ഇത് ചെയ്യണം. നല്ലപോലെ മയപ്പെടുത്തി കുഴിച്ചെടുക്കണം. ഇത് ഇച്ചിരി മിക്സിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് 2 ഹാൻഡ് ഉപയോഗിച്ച് അതിനെ നല്ല ബലപ്പെടുത്തി നല്ലപോലെ മയപ്പെടുത്തി അത് ഇൻസൈഡിലൊക്കെ പോകത്തക്ക രീതിയിൽ നല്ലപോലെ തിരിച്ചും ഇൻസൈഡും എല്ലാം ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ നല്ലപോലെ മയപ്പെടുത്തി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം. വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യേണ്ട. സൺഫ്ലവർ ഓയിലോ റൈസ് ഓയിലോ എന്തുവാന്ന് പറഞ്ഞാൽ ഏത് ഓയിലാണ് നിങ്ങളുടെ വെളിച്ചെണ്ണ ഒഴികെ ഏത് ഓയിലും ആഡ് ചെയ്ത് ഇങ്ങനെ മയപ്പെടുത്തി എടുക്കാം. അത് കഴിഞ്ഞ് അതിനെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് കണക്കാക്കി നല്ല സ്പ്രെഡാക്കിയിട്ട് നല്ല ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇതിനെ നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്ത് തിരിച്ച് മുറിച്ച് ഫോൾഡ് ചെയ്ത് ഇതിനെ നല്ല ഇത് ചെയ്യണേ. നല്ലപോലെ പ്രസ് ചെയ്ത് ഇൻസൈഡിലൊക്കെ നമ്മൾ ഒഴിച്ച ഓയിലും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഓയിലിൻ്റെ ആ ഒരു ഇത് കാണാതെ വരുവാണേ. കുറച്ച് കുറഞ്ഞെന്ന് തോന്നുമ്പോൾ പിന്നെ കുറച്ച് ഓയിൽ പുറത്തുകൂടെ ഒക്കെ ഒഴിച്ച് പിന്നെ അതിനെ മയപ്പെടുത്തി. ഇതിൽ പൊറോട്ട എന്ന് പറയുന്നത് ആ മാവ് മിക്സിംഗ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല സോഫ്റ്റായി നമുക്ക് നല്ല എന്താ പറയുക നല്ലൊരു ഇതായിട്ട് വരണം. നമ്മൾ നല്ല കുഴയ്ക്കാൻ എന്തായാലും ഒരു 10-20 മിനിറ്റ്സ് എങ്കിലും എടുക്കണം നല്ലപോലെ ഇത് കുഴയ്ക്കാൻ. നല്ല സ്പോഞ്ചി ആയിട്ട് മാവ് വരും. ഈ മാവിങ്ങനെ നല്ല കണ്ടോ നല്ല ഇതായിട്ട് വരും. അപ്പോൾ ഇതിനെ നിങ്ങളെടുത്ത് ഇങ്ങനെ കയ്യിലോട്ട് വെച്ച് ഇങ്ങനെ അതിനെ ഒന്ന് ഇത് ചെയ്ത് പിന്നെ ഇത് റോളാക്കി ഇതിനെന്തോ ചെയ്യണം. ഇനി ഇതിന് 1 hour ഇത് ചെയ്യാൻ വെക്കണം. 1 hour എടുക്കണം. മാവ് ഒന്ന് എണ്ണ ഫുള്ള് ഓയിൽ തേച്ച് ഇച്ചിരി ഓയിലി കളിയാണത് പൊറോട്ട എന്ന് പറയുന്നത്. അത് ഫുൾ ഓയിൽ തേച്ച് അതിനെ നല്ല ഇതാക്കി പിന്നെ റെസ്റ്റ് ചെയ്യാൻ ഒരു 1 hour കറക്റ്റ് 1 hour വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ആഫ്റ്റർ 1 hour കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. ഒരു കാര്യം വിട്ടുപോയി. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. അതുപോലത്തെ നല്ലൊരു വൈറ്റ് ക്ലോത്ത്, വൈറ്റ് ടവലോ യൂസ് ചെയ്യാത്ത വൈറ്റ് ഹാൻഡ് കർച്ചീഫ് ഇതൊക്കെ കിച്ചണിൽ ഇങ്ങനെ ബേക്കിങ് ബ്രെഡ് അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ മാവ് ഇത് ചെയ്യാൻ വേണ്ടി വെക്കാനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു പപ്സ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരെണ്ണം എപ്പോഴും നമ്മുടെ കയ്യിൽ നല്ലൊരു വൈറ്റ് ക്ലോത്ത് ഉണ്ടായിരിക്കണം. ഇത് ഞാനൊന്ന് നല്ല ഫിൽറ്റർ വെള്ളത്തിലോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് നല്ലോണം ഇത് ചെയ്തിട്ട് നമ്മൾ വൈറ്റ് ക്ലോത്ത് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1 hour ടൈമിൽ കൊടുക്കണം. ആഫ്റ്റർ 1 hour കഴിഞ്ഞിട്ടാണ് ഇനി ഇത് നമുക്കെടുത്ത് ഇത് ചെയ്യേണ്ടത്. ഓക്കെ. കഴിഞ്ഞിട്ട് ഒരു 1 hour കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്ലോത്ത് എടുക്കുകയാണേ. കണ്ടോ, ക്ലോത്ത് എടുത്ത് കഴിഞ്ഞിട്ടാണ് കണ്ടോ ഇത് നല്ല ഒരു ഇതായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നല്ല സോഫ്റ്റായിട്ട് അത് പിന്നെയും നല്ലപോലെ ഇത് ചെയ്യണേ, മിക്സ് ചെയ്യണം. നല്ല സോഫ്റ്റായിട്ടൊന്ന് മാവ് നല്ലൊരു സോഫ്റ്റായിട്ടിരിക്കും. നല്ല
സോഫ്റ്റായി. ഇനി ഇത് നമ്മൾ ഈ ഒരു സ്മോൾ ഉരുളകളാക്കണേ. നമ്മുടെ ഇതിനനുസരിച്ച്, നമ്മുടെ എത്ര വലിപ്പമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയതാണോ വേണ്ടത് ചെറുതാണോ വേണ്ടത് അതനുസരിച്ച് ഇത് നമ്മൾ ഉരുളകളാക്കി എടുക്കണം. ഇങ്ങനെ ഔട്ട് കവർ ചെയ്ത് എടുക്കണം. ഇത്രയും ഞാൻ ഇത്രയും ചെറുതാണ് എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. അങ്ങനെ നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുക്കാം. ഇത് ഉരുളകളായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിൽ ഓരോന്നിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യണേ. അതിന് ഞാൻ ഓയിൽ ഓരോന്നിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിക്കുവാണേ കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് ഓരോന്നിനെ ഓയിലിങ്ങനെ അപ്ലൈ ചെയ്ത് ഓരോ ഉരുളകളും വെക്കുവാണേ. ഇതിങ്ങനെ ഓരോ ഉരുളയും അപ്ലൈ ചെയ്ത് എനിക്കൊരു 6 കപ്പിൽ ഒരു 20 ഈ ഒരു വലുപ്പത്തിൽ എനിക്കൊരു 20 പെറോട്ടയ്ക്കുള്ള ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. 6 കപ്പിന് നിങ്ങളുടെ ഇതനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറുതാക്കാം. നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾക്ക് എങ്ങനെ ഒത്തിരി വലുതാണെങ്കിൽ അതനുസരിച്ച് കിട്ടും. എനിക്കിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ എനിക്കിപ്പോൾ ഒരു 20 പെറോട്ടയ്ക്കുള്ള ഇത് കിട്ടുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഇങ്ങനെ ആക്കി എണ്ണ തൂത്ത് നല്ലോണം സെറ്റ് ചെയ്ത്. ഇനി ഇതിനെ തിരിച്ച് നമ്മൾ ആ വൈറ്റ് ക്ലോത്ത് എടുത്ത് ഇതേ കണക്ക് സെയിം വൈറ്റ് ക്ലോത്ത് എടുത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്നും കൂടെ ഒരു 5-10 മിനിറ്റ്സ് ഒരു 10 മിനിറ്റ്സ് കിട്ടിയാൽ അത്രയും നല്ലതായിരിക്കും. പിന്നെ എനിക്കിപ്പോൾ സമയം പരിധി കാരണം ടൈം എനിക്ക് 8:25 ആയി. എനിക്കിപ്പം അതിനിപ്പോൾ ഉടനെ ഉണ്ടാക്കിയോണ്ട് ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് സമയം നിങ്ങൾ ഇച്ചിരി കൂടെ ഏർലി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കറക്റ്റ് സമയം ഒരു 10 മിനിറ്റൊക്കെ കറക്റ്റ് കീപ്പപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ചെയ്യുന്നുള്ളൂ. 5 മിനിറ്റേക്ക് പിന്നെയും ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഉരുളകൾ വെച്ചേക്കുക, വെറ്റ് ക്ലോത്ത് വെച്ച്. ഞാനൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുക്കുവാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുവാണ്. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോത്ത് മാറ്റി വെക്കാം. ഈ ഉരുള അതിൽ ഈ ഒരു ഉരുള എടുത്ത് നല്ലപോലെ ഫ്ലോറിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ നമ്മുടെ ഇത് വെച്ച് നീളത്തിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ ചെയ്യാം. എൻ്റെ ഒരു ഐഡിയ ആണ് ഇത്. ഞാൻ കണ്ടുപിടിച്ച് നല്ലപോലെ തിന്നായിട്ട് നീളത്തിൽ പരത്തിയെടുക്കണം. നീളത്തിൽ പരത്തി നല്ല തിന്നായിട്ട് പരത്തിയിട്ട് അതിനെ കൈ കൊണ്ടെടുത്ത് നല്ലപോലെ വലിക്കണേ. ഈ എൻഡിൽ നിന്ന് ഇതിനെ ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ നമ്മുടെ റോൾ ചെയ്ത് എടുത്തുകൊണ്ട് വരണേ. എൻഡ് വന്ന് ഇങ്ങനെ അകത്തോട്ട് വെച്ച് ഇത് ചെയ്യണം. ചിലവർ വന്നത് നല്ലപോലെ കൈവച്ച് ഇത് ചെയ്യും. ചില ആൾക്കാർ നമ്മൾ ലൈറ്റായിട്ട് ഒത്തിരി പ്രസ് ചെയ്യേണ്ട, ലൈറ്റായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ആ ലെയറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ലെയർ കാണുന്നുണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റായിട്ട്
ഈ മൈദ ആയതുകൊണ്ട് ഇതിങ്ങനെ വലിഞ്ഞ് 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 തിരിച്ച് നമുക്ക് റിപ്പീറ്റ് വരും, ഇളക്ക് വരും. അത് ഇത് ചെയ്യണ്ട. ഇങ്ങനെ ലൈറ്റായിട്ട് ആ ലെയർ വരുന്നുണ്ടോ ലെയർ, ആ ലെയർ ഇങ്ങനെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു 2 എണ്ണം ഉണ്ടാക്കി നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം എങ്ങനെ ഇതിൻ്റെ ഇതെന്നുള്ളത്, എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഞാൻ ഒരു 2 എണ്ണം ഉണ്ടാക്കി നിങ്ങൾക്കിപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഞാൻ ഇങ്ങനെ കൈവച്ച് ഒന്ന് നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുവാണേ കേട്ടോ. കണ്ടോ ആ ലെയറെല്ലാം കറക്റ്റായിട്ട് ആ ലെയറെല്ലാം കിട്ടിയത് കണ്ടോ, ലെയറെല്ലാം പെറോട്ടയുടെ ലെയറെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു 2 പെറോട്ട പ്ലേറ്റിലാക്കി. ഇന്ന് വെച്ച പെപ്പർ മട്ടൻ കറിയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വെച്ച കറി. അപ്പോഴാണ് പെട്ടെന്ന് വൈകിട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിത് ഇന്ന് എടുത്തത്. അപ്പോൾ അതുപോലെ ഞാൻ മട്ടൻ കറിയും പെപ്പർ മട്ടൻ കറിയും പെറോട്ടയും എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി എന്ന് അറിയിക്കുക. ബൈ.